വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ട് തോന്നിയത്. എല്ലാ എൻ്റെ നല്ലവരായ സബ്സ്ക്രൈബേഴ്സിനും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു വ്യത്യസ്തമായൊരു വീഡിയോ ആണ്. ഞാനിതുവരെ ചെയ്യാത്തൊരു വീഡിയോ ആണ്. ഓണേഴ്സ് റിവ്യൂ. എൻ്റെ സ്വന്തം വണ്ടി ഞാനൊന്ന് റിവ്യൂ ചെയ്യുന്നു. ഇപ്പോൾ ഇതുപോലെ നമ്മുടെ ഹാനി മുസ്തഫയും ബൈജു നായരും ചെയ്യുന്ന പോലെയുള്ള ഒരു റിവ്യൂ നിങ്ങളത് പ്രതീക്ഷിക്കരുത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് വണ്ടി ഒന്ന് സർവീസിന് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ വയലാട്ട് മഹീന്ദ്ര ഈ വാഹനം ഞാൻ സ്വന്തമാക്കിയ ഷോറൂമിലേക്ക് ഞാൻ തിരിച്ചു പോവുകയാണ്. വയലാട്ട് മഹീന്ദ്ര. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് ഫസ്റ്റ് സർവീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് വഴിയെ കാണാം. ഓക്കെ ശരി ശരി താങ്ക്സ്. ഗൈസ്, അപ്പോൾ നമ്മുടെ മഹീന്ദ്ര XUV 300 സർവീസ് കഴിഞ്ഞ് തിരിച്ച് കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി സർവീസ് കഴിഞ്ഞ് നല്ല കുട്ടപ്പനായിട്ട് കിടക്കുകയുണ്ട. ഇതിൻ്റെ DRL അന്യായ DRLാണ്. ഒരു രക്ഷയില്ല. നല്ലൊരു റോഡ് പ്രസൻസ് വരുന്ന വണ്ടിയാണിത്. ആ DRL കൂടെ വരുമ്പോൾ അതിനൊരു പ്രത്യേക അട്രാക്ഷനാണ്. ഞാൻ കൂടുതൽ വിശേഷങ്ങൾ അകത്തേന്ന് പറയാം. നല്ല വെയിലുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പോൾ 1185 കിലോമീറ്റേഴ്സ് ഓടി. ഒരു 2 മാസം അടുത്തായി വണ്ടി എടുത്തിട്ട്. ആസ് എ യൂസർ, ആസ് ആൻ ഓണർ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനം ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൈലേജിൻ്റെ കാര്യം അത് ഞാൻ പിന്നെ പറയാം. ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ഈ ഒരു കോമ്പാക്റ്റ് SUV ഈ 10 to 11 lakhs റേഞ്ചിൽ വരുന്ന ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് കോമ്പാക്റ്റ് SUV ആണ് മഹീന്ദ്ര XUV 300. പിന്നെ ഹെഡ്റൂം ഉണ്ട്, നല്ല ഹെഡ്റൂമാണ്. അത്യാവശ്യം നമുക്ക് ഒരു 3 പേർക്ക് സുഖമായിട്ട് ബാക്കിലിരിക്കാം. പിന്നെ ഡ്യുവൽ സോൺ AC വരുന്നത്, AC ഡ്യുവൽ സോൺ ആണ്. അത് ഒരു സൂപ്പർ ഫീച്ചറാണ്. ഇതൊരു 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്. നല്ല പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ് മഹീന്ദ്ര പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ഈ മഹീന്ദ്ര XUV ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. ബ്രസ് ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. പിന്നെ നെക്സോൺ നോക്കി. അപ്പം അത് എല്ലാം വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ എനിക്ക് ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ട് തോന്നിയത് മഹീന്ദ്ര XUV ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് സ്വന്തമാക്കണമെന്നൊരു ആഗ്രഹം തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാനത് വാങ്ങിച്ചു. ഇപ്പോൾ ഞാൻ ഈ വാഹനം വാങ്ങിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ കുറേ യൂട്യൂബിൽ സെർച്ചൊക്കെ ചെയ്തായിരുന്നു ഓണേഴ്സ് റിവ്യൂ എല്ലാം ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുന്നവരുടെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ നോക്കിയായിരുന്നു. അപ്പോൾ എനിക്ക് മലയാളം വീഡിയോസ് അങ്ങനെ കാര്യമായിട്ടൊന്നും കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഹിന്ദി വീഡിയോസൊക്കെ കണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അവർ പറഞ്ഞതൊന്നും കുഴപ്പമില്ല, നല്ല വാഹനമാണ്. മൈലേജിൻ്റെ കാര്യം മാത്രമേ എനിക്കൊരു പ്രശ്നമായിട്ട് ഇപ്പോൾ തോന്നിയിട്ടുള്ളൂ. ഇപ്പോൾ എനിക്ക് ആവറേജ് കിട്ടുന്നത് 11 കിലോമീറ്റേഴ്സാണ്. കമ്പനി പറയുന്നത് 17 ആണ്. എന്നാലും 11 കിലോമീറ്റേഴ്സാണ് എനിക്കിപ്പോൾ ആവറേജ് AFE കിട്ടുന്നത്. ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി ഇതിൽ കാണിക്കുന്നത് 11 കിലോമീറ്റേഴ്സാണ്. ലോങ് പോയിട്ടും എനിക്ക് അത്രയൊക്കെ ഉള്ളൂ. പിന്നെ മൈലേജ് നോക്കണ്ട, പവർ പിന്നെ സ്റ്റൈല് ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ്. വേറെ അതൊന്നും നമുക്ക് കോംപ്രമൈസ് ഇല്ല. ഇത് W8 മോഡൽ ആയതുകൊണ്ട് സൺറൂഫ് ഇല്ല. W8O എന്ന്